നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ എന്താണ്? കണിവെള്ളരി, കൃഷ്ണൻ, കണിക്കൊന്ന ഇവയൊക്കെയാണ് അല്ലേ? കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷു. സംസ്കൃതത്തിൽ വിഷു എന്നാൽ തുല്യം എന്നർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമാണ്. ഈ വേളയിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ്, കൃഷ്ണൻ. കൂടാതെ കണിക്കൊന്ന. വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണുള്ളത്. അതിലൊന്ന്, അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സത്യഭാമയുമൊത്ത് നരകാസുരൻ്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിലെത്തുന്നു. അവിടെ അവർ അസുരന്മാരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ നരകാസുരൻ മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഫാസു, നഭസ്വാൻ, അരുണൻ തുടങ്ങിയ പ്രമുഖരെയെല്ലാം നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയാണ് ഈ വസന്തകാലത്ത് ഇത് സാധിച്ചത്. ആ ദിവസമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാക്ഷസ രാജാവായ രാവണൻ അഹങ്കാരിയായിരുന്നല്ലോ. അദ്ദേഹം ലങ്ക ഭരിക്കുന്ന കാലത്ത് തൻ്റെ രാജധാനിയിൽ സൂര്യപ്രകാശം വീഴാൻ അനുവദിച്ചിരുന്നില്ല. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം മാത്രമാണ് സൂര്യൻ നേരെ ഉദിച്ചത്. ഈ ആഹ്ലാദം സൂചിപ്പിക്കുന്നതിനായും വിഷു ആഘോഷിക്കുന്നു. പിന്നെ വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കുന്നത് ലങ്കാദഹനത്തിനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കണിക്കൊന്നയുടെ ഐതിഹ്യമാണെങ്കിൽ ഗുരുവായൂരുമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂരപ്പന് ധാരാളം ഭക്തനുണ്ട്, അറിയാമല്ലോ. കുറൂരമ്മ, പൂന്താനം, ഭട്ടതിരിപ്പാട്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടക്കാരനായ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി എന്നും കളിക്കാൻ വരും കൃഷ്ണനോടൊത്ത്. ഇത് മറ്റാരും അറിയുന്നില്ല. അവർ തമ്മിൽ മാത്രമുള്ള ഒരു ഉടമ്പടിയാണ്. ഉണ്ണിക്കറിയില്ല ഇത് കൃഷ്ണനാണെന്ന്. പക്ഷേ ഉണ്ണി കൃഷ്ണനോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു പ്രഭു ഒരു മാല ഉണ്ണിക്കണ്ണന് കൊണ്ടുവന്ന് ചാർത്തിച്ചു. ഈ ചാർത്തിയ മാല നവരത്നങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഉണ്ണിക്കണ്ണൻ തനിക്ക് പ്രിയപ്പെട്ട കുട്ടിയുടെ കഴുത്തിൽ ഈ മാല ഇട്ടുകൊടുത്തു. ഈ മാല കണ്ട് അവനെ ശ്രീകോവിലിൽ നിന്ന് നഷ്ടമാകുകയും ചെയ്തു. കുട്ടിയുടെ കഴുത്തിൽ കാണുകയും ചെയ്തു. അപ്പോൾ കുട്ടി ആരായി? കള്ളനായി. പക്ഷേ കുട്ടി ദേഷ്യപ്പെട്ടിത് അടുത്തുള്ള കൊന്നമരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് കൃഷ്ണൻ്റെ കൂട്ടും വേണ്ട, മാലയും വേണ്ട. അപ്പോൾ അത് അവിടെ കൊന്നമരത്തിൽ തൂങ്ങി നിറയെ മഞ്ഞ വർണ്ണമുള്ള കർണികാരങ്ങളായി തീർന്നു എന്നാണ് കഥ. ഏതായാലും കൃഷ്ണൻ അശരീരിയോടുകൂടി പറഞ്ഞു, ഇത് എനിക്കിഷ്ടമുള്ള ബാലനാണ്, ഞാനാണ് അവനത് കൊടുത്തത് എന്ന്. വിഷുക്കണിക്ക് നമ്മൾ കൃഷ്ണ വിഗ്രഹത്തിൽ കണിക്കൊന്ന പൂവുകൾ ചാർത്തി മുന്നിലെ നിലവിളക്ക് ആദ്യം ഉണർന്നു വരുന്ന അമ്മ തെളിയിക്കുന്നു. പിന്നീട് എല്ലാവരെയും കണ്ണുകൾ പൊത്തിക്കൊണ്ടുവന്ന് കാണിക്കുന്നു. നല്ല കാഴ്ചകളാണ് കാണേണ്ടത്. അപ്പം നമ്മുടെ കാർഷിക ഉത്സവം കൂടി ആയതുകൊണ്ട് ഉരുളിക്കുള്ളിൽ മിക്കവാറും വെച്ചിരിക്കുന്ന, ഇപ്പോഴൊക്കെ നമ്മൾ മേടിച്ചാണ് വെക്കുന്നത്. പണ്ട് ചുറ്റിനുമുള്ള ചക്ക, മാങ്ങ, ബാക്കിയുള്ള എന്തെല്ലാം പഴങ്ങൾ നമ്മൾക്ക് ചുറ്റിനും ഉണ്ടാകുന്നു അതുപോലെ പച്ചക്കറികൾ വയ്ക്കും. പിന്നെ പുസ്തകം, അതുപോലെ തന്നെ നെല്ല്, പുതുവസ്ത്രം, അതായത് കോടി, ഇവയെല്ലാം വയ്ക്കും. അപ്പോൾ മീനമാസത്തിൻ്റെ ഭംഗി ഏറ്റുവാങ്ങി എല്ലാ വിഭവങ്ങളും ഇതിന് ചുറ്റുമുണ്ടാകും. അതിനൊപ്പം വാൽക്കണ്ണാടിയും കൺമഷിയും അഷ്ടമംഗലത്തിനൊരുക്കുന്ന എല്ലാം തന്നെ ഉണ്ടാകും. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രതീകം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്ക് ഐശ്വര്യവും, പ്രപഞ്ചത്തിന് ഉരുളിയും, കാലപുരുഷനെ കിരീടവും. കണിക്കൊന്ന നൽകുന്നത് കിരീടമാണ്, കാലപുരുഷൻ്റെ കിരീടം. നാണയങ്ങളും വിഷുക്കൈ നീട്ടവും ധനലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു. ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സമൃദ്ധമായ കാർഷിക കാലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കണി കണ്ടു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? മുതിർന്നവർ തന്നെ കുട്ടികൾക്കും മറ്റും നാണയങ്ങളാണ് കൊടുത്തിരുന്നത്. ഇപ്പം പക്ഷെ 100 രൂപയൊക്കെ കൊടുത്തില്ല, പിള്ളേരൊന്നും സമ്മതിക്കില്ല. പക്ഷെ ശരിയായ രീതി നാണയങ്ങളാണ് കൊടുക്കേണ്ടത്.
വിഷുവിന് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് വിഷുവും കണിക്കൊന്നയും നമ്മുടെ എല്ലാ കവികളുടെയും ഏതെങ്കിലും ഒരു കവിതയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ കവിത തന്നെയാണ് എപ്പോഴും അതിൽ മുന്നിൽ നിൽക്കുന്നത്. ദൂസര സങ്കല്പം ഇല്ലാത്ത ഒരു വിഷുക്കാലം നമുക്കുണ്ടായിട്ടില്ല. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പിറന്നാലും പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും. പിന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി. ആ സമയം എങ്ങനെയാണ് നിറയെ പൂത്തു നിൽക്കുന്ന മാവുകളും മാങ്ങയും ചക്കയും അതികഠിനമായ ഗ്രീഷ്മത്തിനെ അതിജീവിക്കാൻ മനുഷ്യർക്ക് ഭക്ഷണമായി പല സാധനങ്ങളും പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തി പെരുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും. കനകക്കിങ്ങിണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കനകക്കിങ്ങിണി വളകൈമോതിരം അണിഞ്ഞു വായുണ്ണി കണി കാണാൻ. അതുപോലെ കതിരവൻ കിഴക്കുതിക്കുമ്പോൾ വിഷുക്കണി കാണാനമ്മ വിളിക്കുമ്പോൾ പഴയൊരീരടി കരളിൽ മൂളിഞ്ഞ. വെറുതെ ഒരു വിഷു എന്ന കവിതയെ കൂടാതെ വിഷു പിന്നെയും എന്ന കവിതയും നമുക്കറിയാം. ശരി മാമ്പഴക്കാലമോർത്തു പേ പിടിക്കാതെ വെയിലിൽ കൊന്നപ്പൂവേ മൂടുകൻ വിരഹങ്ങൾ. ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ വിഷുക്കതിർ. വിണ്ടപാടത്തിൻ മീനപ്രളയപ്പൊരിച്ചിലിൽ മുണ്ടകൻ വയൽക്കരെ മഴ നൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിൻ്റെ സൂര്യസംക്രമത്തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിൻ്റെ വിഷുക്കതിർ. അയ്യപ്പ പണിക്കരുടെ കണിക്കൊന്ന വളരെ പ്രശസ്തമാണ്. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ. കവിയും ഗാനരചയിതാവുമായി യൂസഫലി കച്ചേരി വിഷുവിനെ കാണുന്നത്. പഞ്ചാഗ്നി മധ്യത്തിൽ പൊൻവൈ ജയന്തിയുമേന്തി പുഞ്ചിരി പെയ്തേ നിൽക്കും നിന്റെ ഈ തിദിക്ഷയെ. ജി ശങ്കരക്കുറുപ്പാണെങ്കിൽ കാർഷിക ജീവിത സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. കാലിക്കിടാങ്ങളെ ചാലെ തെളിച്ചു നൽകോലക്കുഴലിടയ്ക്കൂതിയൂതി മായാകുമാരൻ നടക്കവേ കോമളമായ തൃക്കാലേറ്റ മൺതരിയിൽ മായാതെ ഇന്നും കിടക്കുന്നു ഉണ്ടാവാം ആ മാധുര്യമൂറുന്ന പാടോരോന്നും. ഇങ്ങനെ വിഷു കവിതകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഏതായാലും എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.